സുഹൃത്തുക്കളെ, നമ്മൾ പതിവ് പോലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ രാവിലെയല്ല ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുന്നത്, വൈകുന്നേരമാണ്. ഇപ്പം നൈറ്റാണ് നമുക്ക് വർക്ക് വരുന്നത്. ഇന്നലെയും നൈറ്റായിരുന്നു, രാവിലെ മൊത്തം കിടന്നുറങ്ങി. അതിനുശേഷം നമ്മളിതാ വീണ്ടും വർക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പ്ലാന്റിൽ നല്ല തകൃതിയായിട്ട് മിക്സഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീവ്രമായ വെയിലാണ് കേട്ടോ. 24 മണിക്കൂർ ഇപ്പോൾ താരിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ കല്യാണ വീട് പോലെ തിരക്ക് പിടിച്ച ഓരോരോ വർക്കിലാണ് ഓരോരുത്തരും. നമ്മളിതേ പ്ലാന്റിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതെങ്ങനെയാണ് കേട്ടോ മിക്സ് അടിക്കുന്നത്, മൊത്തം കമ്പ്യൂട്ടർ വെച്ചുള്ള പരിപാടിയാണ്. ഇത് വെച്ചിട്ടാണ് മൊത്തം നമ്മുടെ പ്ലാന്റിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതേ നമ്മുടെ വണ്ടി ഇവിടെ ലോഡിങ്ങിന് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പം മിക്സിങ്ങിന് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹായ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം പണി തന്നെയാണ് കേട്ടോ. 24 hours ഇപ്പോൾ താരങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ കുറേ തിരക്കിലൊക്കെയാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. ഇന്നിപ്പോൾ രാവിലെ എത്തിയതേ ഉള്ളൂ. രാവിലെ നമ്മൾ ഏകദേശം 8:30 അടുത്ത് റൂമിലെത്തി. അവിടുന്ന് പിന്നെ വേറൊന്നും ചെയ്തില്ല, ഒരു ചായയും കുടിച്ച് കിടന്നുറങ്ങിയതാണ്. ഇപ്പോൾ വീണ്ടും വൈകുന്നേരം 5:30 ശേഷം നമ്മൾ വീണ്ടും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം നൈറ്റ് വർക്ക് തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മളുള്ളത് ഇതേ നമ്മുടെ എമഷൻ വണ്ടിയിലാണ്. അപ്പോൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് നമ്മുടെ വണ്ടിക്കകത്തോട്ട് എമഷൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്നിട്ട് കാസർഗോഡ് ഭാഗത്താണ് കേട്ടോ ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് ഭാഗങ്ങളിൽ ഫ്ലൈ ഓവറിനടുത്തായിട്ട് കുറച്ച് എമഷനൊക്കെ അടിച്ച് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് ഇന്ന് താർ മിക്സ് ഇല്ല. നമ്മുടെ മൊത്തം താർ മിക്സും പോകുന്നത് നമ്മുടെ മോർത്താന വട്ടിപ്പടവ് പ്ലാന്റിൽ നിന്നാണ്. ഇവിടെയൊക്കെ ഓരോരുത്തരെ ഇതേ വണ്ടിയൊക്കെ കൊണ്ടുവച്ച് എല്ലാവരും റൂമിലേക്ക് പോയി. എല്ലാവരും റൂമിലേക്ക് പോകുമ്പോൾ നമ്മളിത് റൂമിൽ നിന്ന് വന്ന് ഇവിടെ വർക്ക് തുടങ്ങുകയാണ്. സമയം ഏതാണ്ട് ഇതേ ഇരുട്ടിക്കഴിഞ്ഞു. നമ്മുടെ പ്ലാന്റിലായിട്ട് ഇതേ കോൺക്രീറ്റിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എമസനൊക്കെ ലോഡ് ചെയ്ത് പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നേരെ കാസർഗോഡ് ഫ്ലൈ ഓവറിനടുത്തായിട്ട് വെച്ച് പിടിക്കണം. നമ്മളിത് എമഷൻ വണ്ടിയുമായി സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കംപ്രസർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മൊത്തം പൊടിയടിച്ച് റെഡിയാക്കണം. നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൊടിയടിച്ച് പോവാണ്. മൊത്തം പൊടിയടിച്ച് ക്ലിയറാക്കിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ എമഷൻ വണ്ടി ഉപയോഗിച്ച് മൊത്തം എമഷൻ അടിച്ച് റെഡിയാക്കാൻ. അപ്പോഴേ നമ്മുടെ പൊടിയടിക്കുന്ന ടീമിൽ ഇത്രത്തോളം ഏരിയ പൊടിയടിച്ച് കഴിഞ്ഞു. നമ്മുടെ നുള്ളിപ്പാടിയുള്ള പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ താറിങ് വർക്ക് നടക്കുന്നത്. നമ്മുടെ മിക്സും വണ്ടിക്ക് ഇത് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ദൂരെയായിട്ട് ഇത് നമ്മുടെ എമഷൻ വണ്ടിയുണ്ട്, അതിൻ്റെ പിറകിലായിട്ട് നമ്മുടെ പേവറിലോട്ട് മിക്സ് തട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇത്രത്തോളം എമഷനൊക്കെ അടിച്ച് കഴിഞ്ഞു. സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞു കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ നൈറ്റ് തന്നെയാണ് പണി. റെസ്റ്റ് നമുക്ക് കുറവാണ്. റെസ്റ്റ് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന സമയം കിടന്നുറങ്ങലാണ് പതിവ്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എടുക്കാറുണ്ട്, പക്ഷേ എങ്കിലൊന്നും എഡിറ്റ് ചെയ്യാനോ അത് പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇന്നും ഇതേ നൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 2:30 ആയിട്ടുണ്ട്, പുലർച്ചെ 2:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടി ഇതിൽ പിറകിലായിട്ട് തട്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിജുവേട്ടൻ്റെ വണ്ടി ഇവിടെ ലോഡിങ് മിക്സാക്കി വെച്ചിട്ടുണ്ട്, ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് തട്ടി പോകുന്നുണ്ട്.
അപ്പം നമ്മുടെ മുരളിയേട്ടൻ്റെ വണ്ടി തട്ടിപ്പോയി, ലോഡ് തട്ടിപ്പോയി. ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊടിയൊക്കെ അടിച്ച് എമശനൊക്കെ അടിച്ചത് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ നുള്ളിപ്പാടി ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ പരിപാടി മൊത്തം നടക്കുന്നത്. ഈ കാണുന്ന ഇവിടെ വരെ നമ്മുടെ ഇന്നത്തെ താറിങ്ങുള്ളൂ. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടൊക്കെ ഇനി കുറേ വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവർ ഇതാ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എമസനടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ റൂമിലോട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നാളെ വൈകുന്നേരം പണിയുണ്ട്.